ഹായ് മക്കളെ, ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാമും നിങ്ങൾക്ക് ടഫായി മാറും. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് മക്കളെ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായി വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ ഏത് കോൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കുക. ആ കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. എല്ലാ ടോപ്പിക്കും ടെക്സ്റ്റ് ബുക്ക് വൈസ് നമ്മൾ കൃത്യമായി പഠിച്ചെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് മക്കളെ, നിങ്ങൾ ഡെയിലി 2 hours എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിന്റെ ആ സമയത്തോ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ടഫായിരിക്കും. ഈ സമയം തന്നെ നിങ്ങൾ ഡെയിലി 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. മൂന്നാമതായിട്ട് മക്കളെ, അനലൈസ് ദ മിസ്റ്റേക്സ്. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, അത് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഞാൻ ഇവിടെ തെറ്റിച്ചത്, മാത്സിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഞാൻ സ്വന്തമായിട്ട് തെറ്റിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എക്സാമിൽ നിങ്ങൾ ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോപ്പർ റിവിഷൻ. പ്രോപ്പർ റിവിഷനോട് കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടഫ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ എക്സാമിന്റെ സമയത്ത് കൃത്യമായി റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും മറന്നു പോകും. കൃത്യമായിട്ട് റിവിഷൻ മസ്റ്റ് ആണ്. സോ 5ാമത്തെ കാര്യം മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെക്കുക. ഈ ഷോർട്ട് നോട്ടുകൾ റിവൈസ് ചെയ്യാനും കൃത്യമായി പഠിക്കാനും നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്സിലൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം നമുക്ക് ടഫ് ആയിരിക്കും. അപ്പൊ ഈ 5 കാര്യങ്ങളും എന്റെ മക്കൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും സർ, ഞങ്ങൾ ചെയ്യും എന്നുള്ളവരൊക്കെ താഴെ കമന്റ് ചെയ്യുക. ബൈ.